പുറത്തു വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ രാത്രിയിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം വിവിധയിടങ്ങളിൽ ഉയർത്തുകയാണ്. പ്രധാനമായും പാർട്ടികൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഈ CAA നടപ്പാക്കാൻ അനുവദിക്കില്ല, മതത്തിന്റെ പേരിൽ രാജ്യത്ത് വിഭജിക്കാനുള്ള നീക്കം ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് വിവിധയിടങ്ങളിൽ വിവിധ പാർട്ടികൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷംസീർ, വിവരങ്ങൾ കോഴിക്കോട് നിന്ന് ഷംസീർ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നു. ഷംസീർ, ആകാശവാണിയിലേക്കാണ് വെൽഫെയർ പാർട്ടി മാർച്ച് നടത്തിയത്. അവിടെ പോലീസുമായിട്ടൊരു ഉന്തും തൊള്ളും നടക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഈ കോഴിക്കോട്ടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്? അജിബ്, കോഴിക്കോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലായി, ജില്ലയിൽ മാത്രം വിവിധ ഇടങ്ങളിലായി പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് ആകാശവാണിയിലേക്ക് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണിക്ക് മുന്നിലേക്കാണ് അവിടെ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. അല്പസമയം മുൻപാണ് ഡിവൈഎഫ്ഐയുടെയും ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെയും പ്രതിഷേധം കോഴിക്കോട് നഗരത്തിൽ തന്നെ നടന്നത്. ഡിവൈഎഫ്ഐ പന്തം കൊളുത്തി പ്രകടനമാണ് കോഴിക്കോട് നഗരത്തിലൂടെ നടത്തിയത്. ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടി നേരത്തെ ഈ CAA വിജ്ഞാപനം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും പ്രകടനവും കോഴിക്കോട് നഗരത്തിൽ തന്നെ നടത്തിയിരുന്നു. മറ്റു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലും സമരം നടന്നു. കോഴിക്കോട് മേപ്പയ്യൂരിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ഒന്നുണ്ടായത്. ഒപ്പം തന്നെ കോഴിക്കോട് എടവണ്ണ സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ടായിരുന്നു വെൽഫെയർ പാർട്ടി മുക്കത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഈ തരത്തിൽ വിവിധ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ CAA വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ തരത്തിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് എന്നത് കൂടിയുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂരിലും SIA പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്നു എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കണം. അപ്പോൾ ആ തരത്തിലുള്ള പ്രതിഷേധം വിവിധയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ മലബാർ എക്സ്പ്രസ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നീങ്ങുന്നുവെന്ന വിവരം കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനരോഷം ഉയരുന്ന കാഴ്ച കൂടി കാണുകയാണ്. മലബാർ എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അത് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നീങ്ങുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ തരത്തിൽ ഷംസീറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മലബാർ എക്സ്പ്രസ് തടഞ്ഞിട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത് എങ്കിൽ തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു.